വസതിയിൽ നോട്ടുകെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി അന്വേഷണ സമിതിയുടെ ശുപാർശയ്ക്കെതിരെ യശ്വന്ത് വർമ്മ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. തന്റെ വിശദീകരണം കേൾക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും അത് തള്ളണമെന്നും വർമ്മ ആവശ്യപ്പെട്ടെങ്കിലും ഹർജി പരിഗണിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. അന്വേഷണ സമിതി ആവശ്യത്തിന് സമയം നൽകുകയും അഭിപ്രായം തേടുകയും ചെയ്തതായി കോടതി പറഞ്ഞു. ആ ഘട്ടത്തിൽ വർമ്മ എതിർപ്പ് അറിയിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. എംപിമാർ നേരത്തെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയിരുന്നു. വർമ്മയെ പുറത്താക്കണമെന്നായിരുന്നു നോട്ടീസിലെ ആവശ്യം. നോട്ടീസ് അംഗീകരിച്ചാണ് സമിതിയെ നിയോഗിച്ചത്. സുപ്രീം കോടതി ജഡ്ജി സമിതി അധ്യക്ഷനായിരിക്കും. ഹൈക്കോടതി ജഡ്ജിയും നിയമവിദഗ്ധനും സമിതിയിലുണ്ടാകും. സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നടപടികൾ. 3 മാസത്തിനകം സമിതി റിപ്പോർട്ട് നൽകണം. അടുത്ത സമ്മേളനം റിപ്പോർട്ട് പരിഗണിക്കും. വസതിയിൽ നോട്ടുകെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി അന്വേഷണ സമിതിയുടെ ശുപാർശയ്ക്കെതിരെ യശ്വന്ത് വർമ്മ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. തന്റെ വിശദീകരണം കേൾക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും അത് തള്ളണമെന്നും വർമ്മ ആവശ്യപ്പെട്ടെങ്കിലും ഹർജി പരിഗണിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. അന്വേഷണ സമിതി ആവശ്യത്തിന് സമയം നൽകുകയും അഭിപ്രായം തേടുകയും ചെയ്തതായി കോടതി പറഞ്ഞു. ആ ഘട്ടത്തിൽ വർമ്മ എതിർപ്പ് അറിയിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലെ സ്റ്റോർ റൂമിൽ വൻതോതിൽ പണം കണ്ടെത്തിയതിനെ തുടർന്നാണ് സുപ്രീം കോടതി അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതായിരുന്നു റിപ്പോർട്ട്. പണം ഔദ്യോഗിക വസതിയിൽ സൂക്ഷിച്ചതിന് തെളിവുണ്ടെന്നും വർമ്മയോ വർമ്മയുമായി ബന്ധപ്പെട്ടവരോ അറിയാതെ വസതിയിൽ പണം സൂക്ഷിക്കാനാകില്ലെന്നുമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 64 പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. 55 പേരുടെ മൊഴി രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് യശ്വന്ത് വർമ്മ. പണം കണ്ടെത്തിയ സംഭവത്തിന് പിന്നാലെ ചുമതല നൽകാതെ അലഹബാദിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. സുപ്രീം കോടതിയുടെ ഫുൾ കോർട്ട് യോഗത്തിലാണ് വർമ്മയ്ക്കെതിരെ അന്വേഷണത്തിന് തീരുമാനമെടുത്തത്. യശ്വന്ത് വർമ്മയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ചില ജഡ്ജിമാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായപ്പോൾ തീയണയ്ക്കാൻ വന്ന അഗ്നിരക്ഷാസേനയാണ് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയത്. സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിലെ പ്രശസ്ത നടൻ, പാർലമെന്റ് അംഗമെന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചിതനാകുന്ന സുരേഷ് ഗോപിയെ രാജിവെക്കണമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തുറന്നാവശ്യപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിലാണ് ഈ പ്രസ്താവന. ഇതിനെ തുടർന്ന് രാഷ്ട്രീയ ചർച്ചകൾ ശക്തമായിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ മുൻകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, പാർട്ടിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അന്തരീക്ഷം, ഭാവിയിലേക്കുള്ള സാധ്യതകൾ എന്നിവയും ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ബിജാപൂരിൽ സുരക്ഷാ പ്രവർത്തകർ നക്സലൈറ്റ് ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് പരിക്ക്. ഇന്ത്യയിലെ സംവാസ്യ മേഖലകളിൽ ഒരായത് ബിജാപൂർ ഛത്തീസ്ഗഡിലായിരുന്നു ഇന്ന് യുദ്ധാന്തരീക്ഷമുണ്ടായത്. സുരക്ഷാ പ്രവർത്തകർക്കും നക്സൽ കൂട്ടർക്കുമിടയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് പരിക്ക് സംഭവിച്ചെന്ന് റിപ്പോർട്ടുകൾ. പ്രദേശത്ത് കൂടുതൽ സുരക്ഷാസേനയെ വിന്യസിച്ചു കഴിഞ്ഞു. പ്രദേശവാസികൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുകയാണ് അധികൃതരുടെ പ്രധാന ലക്ഷ്യം. NHAI പ്രവർത്തനങ്ങളിൽ സമഗ്ര ഓഡിറ്റിന് ശുപാർശ. വൻതോതിൽ ഇന്ത്യയിൽ റോഡുകളും ദേശീയപാതകളും നിർമ്മിക്കുന്ന ദേശീയ ഹൈവേ അതോറിറ്റിയുടെ പ്രവൃത്തിരീതികളും സാമ്പത്തിക ഇടപാടുകളും സമഗ്രമായി ഓഡിറ്റ് ചെയ്യണമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നു. ഇത് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും നിർമ്മാണത്തിന്റെ നിലവാരവും ലാഭവും മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഉന്നത നിലവാര പരിശോധനയെ പിന്തുടരുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയും ധനകാര്യ നിയന്ത്രണങ്ങളുടെയും ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും മുൻ US നയതന്ത്രജ്ഞൻ തരൺജിത് സിംഗും കണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുൻ US നയതന്ത്രജ്ഞൻ തരൺജിത് സിംഗും സന്ദർശിച്ചു. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ദ്വിപക്ഷീയ സംവാദങ്ങൾ, ആഗോള സാഹചര്യങ്ങൾ എന്നിവയായിരുന്നു ചർച്ചകളിൽ മുൻനിരയിലുണ്ടായിരുന്നത്. 2 രാജ്യങ്ങളും തമ്മിലുള്ള അമിത അടുക്കലും ഭൂതപൂർവ്വ നയപരമായ നടന്നങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചയാണ് നടന്നത്. പണമിടപാട് വിവാദം ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ ലോക്സഭയിലെ പ്രത്യേക സമിതി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ജഡ്ജിമാരുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ നടപടി. ഭരണഘടനാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്കും സർവോപരി നീതിപൂർവമായ ഏതുമുള്ള നടപടി സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ബ്രസീൽ പ്രസിഡന്റ് ലൂല ഡി സിൽവയും വായ്പയും വ്യാപാരവും സംബന്ധിച്ച് ഫോണിൽ സംസാരിച്ചു. ആഗോള സാമ്പത്തിക അറിയിപ്പിന്റെ ഭാഗമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ബ്രസീൽ പ്രസിഡന്റ് ലൂല ഡി സിൽവയും ഫോണിൽ സംസാരിച്ചു. പ്രധാനമായും 2 രാജ്യങ്ങൾ തമ്മിലുള്ള വായ്പാ ഉടമ്പടികളും വ്യാപാര ബന്ധങ്ങളും ചർച്ച ചെയ്തു. പുതിയ സാമ്പത്തിക ഒരുമയും ദീർഘകാല സഹകരണവും ഉറപ്പാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. പുതുച്ചേരി പബ്ബിൽ ഉപഭോക്താവിനെ കൊലപ്പെടുത്തിയ 6 പേർ പിടിയിൽ.
പുതുച്ചേരി നഗരത്തിലെ പ്രശസ്തമായ ഒരു പബ്ബിൽ ഇന്നലെ രാത്രിയിൽ ഉപഭോക്താവിനെ കുപ്പിക്കൊണ്ട് കൊലപ്പെടുത്തി. അവിടുത്തെ മറ്റു ജീവനക്കാരായ 6 പേരാണ് അറസ്റ്റിലായത്. സംഭവം സംസ്ഥാനത്തെ ജനസുരക്ഷയുമായി ബന്ധപ്പെട്ട പരമാവധി അവബോധം ഉയർത്തിയിട്ടുണ്ട്. പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘം അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. കേരള സർക്കാർ ഗവർണറുടെ താൽക്കാലിക VC നിയമനത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ VC നിയമനം സംബന്ധിച്ച് ഗവർണറുടെ ഇടപെടലിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. നിയമസഭയെ ചോദ്യം ചെയ്യുന്നതും വിദ്യാഭ്യാസ രംഗത്ത് ഗവർണറെ നേരിടുന്നതുമായ ഒരു പ്രധാന അന്വേഷണ ഘട്ടത്തിലാണിതെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ആസൂത്രിത സ്വർണ്ണ കവർച്ച സംഘത്തിൽ വിദ്യാർത്ഥികളും. കോട്ടയത്ത് നടന്ന സ്വർണ്ണ കവർച്ച സംഭവത്തിൽ സംശയിച്ച വിദ്യാർത്ഥികളടക്കം 5 പേരെ പോലീസ് പിടികൂടി. 50 പവൻ സ്വർണം പദ്ധതിപൂർവ്വം കവർച്ച ചെയ്യാനാണ് ഇവർ ശ്രമിച്ചതെന്നാണ് പോലീസ് റിപ്പോർട്ട്. നൂതന ആയുധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് റൈം ചെയ്ത കൃത്യമാണ് ഈ കവർച്ച നടന്നതെന്നും പോലീസ് അറിയിച്ചു.